effective, blocks crosses very well. And what I love about him is that he approaches every duel with real hunger and focus. His body language screams professional. Alexander Barbosa tendo que sair a caça do garoto, ele é mesmo! എല്ലാവർക്കും ബ്ലീഡ് ഫുട്ബോളിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ടീമുകൾ കോടികൾ ഒഴുക്കുന്ന ഒരു സമയം, ഒരുപാട് പ്ലെയേഴ്സ് ടീമുകൾ മാറുന്ന സമയം. അപ്പം ഈ ഒരു ട്രാൻസ്ഫർ മാർക്കറ്റിൽ കോടികളാണ് ടീമുകൾ ഓരോ പ്ലെയേഴ്സിനും വേണ്ടി ചെലവഴിക്കുന്നത്. അപ്പം നമ്മൾ ഇന്ന് കാണാൻ വേണ്ടി പോകുന്നത് 21 വയസ്സോ അല്ലെങ്കിൽ അതിൽ കുറവുള്ള പ്ലെയേഴ്സ്, ഏറ്റവും കൂടുതൽ ഈ ഒരു ട്രാൻസ്ഫർ വിൻഡിൽ പൈസ വാരിക്കൂട്ടിയ പ്ലെയേഴ്സ് ആരൊക്കെ എന്നാണ്. അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക. നിങ്ങളുടെ ടീമിൽ നിങ്ങളുടെ ഇഷ്ട പ്ലെയേഴ്സ് ഒരു പക്ഷേ ഈ ഒരു ലിസ്റ്റിൽ ഉണ്ടായിന്ന് വരാം. അപ്പം ലെറ്റ്സ് ഗോ. 5ാം സ്ഥാനത്തുള്ളതാണ് ഫ്രാങ്കോ മസ്തുന്താനോ. വെറും 17 മാത്രം പ്രായമുള്ള ഈ ഒരു അർജന്റൈൻ പ്ലെയറെ 38 മില്യൺ പൗണ്ടിനാണ് റയൽ മാഡ്രിഡ് റിവർ പ്ലേറ്റിൽ നിന്നും പൊക്കിയത്. റൈറ്റ് വിങ്ങർ, അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ എന്നീ സ്ഥാനങ്ങളിൽ കളിക്കാൻ കഴിവുള്ള ഒരു പ്ലെയറാണ്. റിവർ പ്ലേറ്റ് ക്ലബ്ബിലൂടെ അദ്ദേഹം ഫുട്ബോൾ ലോകത്തേക്ക് കടന്നു വന്നത്. 2024 റിവർ പ്ലേറ്റിന് വേണ്ടി അരങ്ങേറ്റം കുറിച്ച അദ്ദേഹം ക്ലബിന്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ഗോൾ സ്കോററായി മാറി. 2024-25 സീസണിൽ 22 മത്സരങ്ങളിൽ നിന്ന് 7 ഗോളുകളും 4 അസിസ്റ്റുകളും നേടി. 2025 ഓഗസ്റ്റ് 14 അദ്ദേഹത്തിന് 18 വയസ്സ് തികയുമ്പോൾ അദ്ദേഹം ഔദ്യോഗികമായി റയൽ മാഡ്രിഡ് താരമാകും. സാങ്കേതിക തികവുള്ള മികച്ച പന്തടക്കവും വേഗതയുമുള്ള ഒരു കളിക്കാരനാണ് മസ്തുന്താനോ. ഡിഫൻഡർമാരുടെ മറികടക്കാനുള്ള കഴിവ്, കൃത്യമായ പാസുകൾ, ഫ്രീ കിക്കുകൾ എടുക്കാനുള്ള കഴിവ് എന്നിവ അദ്ദേഹത്തിനുണ്ട്. റയൽ മാഡ്രിഡിൽ വളരെ നല്ല രീതിയിൽ തിളങ്ങാൻ പറ്റട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നൗ ഹിയർ കംസ് ദ ബിഗ് ബോയ്സ്. 4ാം സ്ഥാനത്തുള്ളത് 21 വയസ്സ് പ്രായമുള്ള ഹംഗേറിയൻ ലെഫ്റ്റ് ബാക്കായ മിലോസ് കെർക്കസ് ആണ്. 40 മില്യൺ പൗണ്ടാണ് ലിവർപൂള് ബോൺമൗത്തിന് ഈ ഒരു പ്ലെയർക്ക് വേണ്ടി കൊടുത്തത്. യുവതാരം എന്ന നിലയിൽ AC മിലാന്റെ യൂത്ത് ടീമിൽ കളിച്ചുകൊണ്ടാണ് അദ്ദേഹം തന്റെ കരിയർ ആരംഭിക്കുന്നത്. 2022 ഡച്ച് ക്ലബായ ACS അൽക്കമാറിൽ ചേർന്നു. അവിടെ വെച്ചാണ് അദ്ദേഹത്തിന്റെ പ്രകടനം ശ്രദ്ധിക്കപ്പെടുന്നത്. ക്ലബിന് വേണ്ടി 57 മത്സരങ്ങൾ കളിച്ചു. 2023 ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ക്ലബായ ബോൺമൗത്തിൽ ചേർന്നു. കഴിഞ്ഞ സീസണിൽ ഏറ്റവും മികച്ച പ്രകടനം നടത്തിയ 2 ലെഫ്റ്റ് ബാക്കുകളൊന്നായി അദ്ദേഹം ലിവർപൂൾ കോച്ച് ആർനെ സ്ലോട്ടിന്റെ കണ്ണിലുടക്കി. ഈ ഒരു സീസണിൽ ലിവർപൂളിന് വേണ്ടി വളരെ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. 3ാം സ്ഥാനത്ത് വരുന്നതാണ് സ്പാനിഷ് സെന്റർ ബാക്കായ ഡീൻ ഹോയ്സൺ. 50 മില്യൺ പൗണ്ടാണ് റയൽ മാഡ്രിഡ് ഈ ഒരു 20 വയസ്സ് പ്രായമുള്ള ചെറുപ്പക്കാരനെ സ്വന്തമാക്കാൻ ബേൺമൗത്തിന് എറിഞ്ഞു കൊടുത്തത്. ജനനം നെതർലൻഡ്സിലാണെങ്കിലും അദ്ദേഹം സ്പെയിൻ ദേശീയ ടീമിന് വേണ്ടിയാണ് കളിക്കുന്നത്. 2024 മാർച്ചിൽ സ്പെയിൻ ദേശീയ ടീമിൽ അദ്ദേഹത്തിന് അരങ്ങേറ്റം കുറിച്ചു. യുവന്റസിന്റെ യൂത്ത് ടീമിൽ കളിച്ചുകൊണ്ടാണ് ഡീൻ ഹോയ്സൺ തന്റെ കരിയർ ആരംഭിക്കുന്നത്. യുവന്റസ് നെക്സ്റ്റ് ജെൻ ടീമിന് വേണ്ടിയും അദ്ദേഹം കളിച്ചിട്ടുണ്ട്. 2024 ഇറ്റാലിയൻ ക്ലബായ AS റോമയിൽ ലോൺ അടിസ്ഥാനത്തിൽ കളിക്കുന്നു. 2024 ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ക്ലബായ ബോൺമൗത്തിലേക്ക് ചേക്കേറുന്നു. 2025 റയൽ മാഡ്രിഡ് അദ്ദേഹത്തെ സ്വന്തമാക്കുന്നു. ബേൺമൗത്തിൽ നിന്ന് റിലീസ് ക്ലോസ് തുകയായ 50 ദശലക്ഷം പൗണ്ട് നൽകിയാണ് റയൽ മാഡ്രിഡ് അദ്ദേഹത്തെ ടീമിലെത്തിക്കുന്നത്. 195 സെന്റിമീറ്റർ ഉയരമുള്ള ഹുസൈൻ ശക്തമായ പ്രതിരോധ നിര താരമാണ്. വേഗത, പന്തടക്കം, ഏരിയൽ ഡുവലുകളിലെ മികവ് എന്നിവ അദ്ദേഹത്തിന്റെ പ്രധാന സവിശേഷതകളാണ്. അദ്ദേഹത്തിന്റെ കളിശൈലി പ്രീമിയർ ലീഗിലും ലാ ലീഗയിലും ഒരുപോലെ ശോഭിക്കാൻ അദ്ദേഹത്തെ സഹായിക്കുമെന്ന് കരുതുന്നു. 2ാം സ്ഥാനത്ത് 20 വയസ്സ് പ്രായമുള്ള ലെഫ്റ്റ് വിങ്ങർ ജാമി ഗിറ്റൻസ്. ചെൽസിയ ജാമി ഗിറ്റൻസിനെ സ്വന്തമാക്കാൻ 52 മില്യൺ പൗണ്ടാണ് ബൊറൂസിയ ഡോർട്ട്മുണ്ടിന് നൽകിയത്. ഒരു ഇംഗ്ലീഷ് പൗരനായ ജാമി ഗിറ്റൻസ് ബാർബേഡിയൻ വംശജനുമാണ്. ചെൽസിയുടെയും മാഞ്ചസ്റ്റർ സിറ്റിയുടെയും യൂത്ത് ടീമുകളിൽ കളിച്ചതിന് ശേഷം 2020 ജർമ്മൻ ക്ലബായ ബൊറൂസിയ ഡോർട്ട്മുണ്ടിൽ ചേരുന്നു. 2022 ബൊറൂസിയ ഡോർട്ട്മുണ്ടിന് വേണ്ടി അരങ്ങേറ്റം കുറിച്ചു. ബൊറൂസിയ ഡോർട്ട്മുണ്ടിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച അദ്ദേഹം 24-25 സീസണിൽ 32 മത്സരങ്ങളിൽ നിന്ന് 8 ഗോളുകളും 3 അസിസ്റ്റുകളും നേടുന്നു. 25 ജൂലൈ 5 അദ്ദേഹം ഇംഗ്ലീഷ് പ്രീമിയർ ലീഗായ ചെൽസിയിലേക്ക് ചേക്കേറുന്നു. ഇംഗ്ലണ്ട് അണ്ടർ 19, അണ്ടർ 21 ടീമുകൾക്ക് വേണ്ടി കളിച്ചിട്ടുണ്ട്. 2022 യൂറോപ്യൻ അണ്ടർ 19 ചാമ്പ്യൻഷിപ്പ് നേടിയ ഇംഗ്ലണ്ട് ടീമിന്റെ ഭാഗമായിരുന്നു. വേഗതയും ഡ്രിബിളിംഗ് കഴിവുമാണ് അദ്ദേഹത്തിന്റെ പ്രധാന ശക്തികൾ. ബൊറൂസിയ ഡോർട്ട്മുണ്ടിനൊപ്പം 2024 യുവേഫ ചാമ്പ്യൻസ് ലീഗ് ഫൈനലിൽ എത്തിയിരുന്നു. നമ്പർ 1 പൊസിഷനിൽ ഏറ്റവും കൂടുതൽ ട്രാൻസ്ഫർ വിൻ നേടിയ താരം
പാൽമിറസ് വണ്ടർ കിഡ് എന്നറിയപ്പെടുന്ന എസ്തവാവോ വില്ലിയൻ. ബോണസും പെർഫോമൻസ് അലവൻസും അടക്കം 56 മില്യൺ പൗണ്ടിന്റെ ഡീലാണ് ചെൽസിയും പാൽമിറസും തമ്മിൽ നടത്തിയത്. ഒരു വിങ്ങറായിട്ടാണ് അദ്ദേഹം പ്രധാനമായും കളിക്കുന്നത്. കളിയുടെ ശൈലിയിൽ ലയണൽ മെസ്സിയുമായി സാമ്യമുള്ളത് കൊണ്ട് അദ്ദേഹത്തെ മെസ്സിങ്ങോ എന്ന് വിളിക്കാറുണ്ട്, അതായത് ചെറിയ മെസ്സി. പാൽമിറസിന്റെ യൂത്ത് അക്കാദമിയിലൂടെയാണ് അദ്ദേഹം വളർന്നു വന്നത്. 2023 സീനിയർ ടീമിൽ അരങ്ങേറ്റം കുറിച്ചു. 2024-25 സീസണിൽ ക്ലബിനായി 33 മത്സരങ്ങളിൽ നിന്ന് 11 ഗോളുകൾ നേടി. ബ്രസീൽ ദേശീയ ടീമിന് വേണ്ടിയും കളിച്ചിട്ടുണ്ട്. 2024 ബ്രസീൽ ദേശീയ ടീമിൽ അരങ്ങേറ്റം കുറിച്ചു. സാങ്കേതിക മികവ്, ഡ്രിബിളിംഗ്, വേഗത, ക്രിയേറ്റിവിറ്റി എന്നിവയാണ് അദ്ദേഹത്തിന്റെ പ്രധാന ശക്തികൾ. ഇടംകാൽ ഉപയോഗിച്ചാണ് പ്രധാനമായും കളിക്കുന്നത്. ചെൽസിക്ക് വരുന്ന വർഷങ്ങളിൽ വലിയൊരു മുതൽക്കൂട്ടാകും ഈ ഒരു ചെറുപ്പക്കാരൻ എന്നാണ് ചെൽസിയുടെ ആരാധകരും കോച്ചും പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ട ടീമിലെ ഏതെങ്കിലും ഒരു പ്ലെയർ ഈ ഒരു ലിസ്റ്റിൽ വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായും കമന്റ് സെക്ഷനിൽ രേഖപ്പെടുത്തേണ്ടതാണ്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് തീർച്ചയായും ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ താങ്ക് യു.